നമസ്കാരം. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം സജീവമായി പങ്കെടുത്ത കോൺഗ്രസ് പ്രവർത്തകരെ ആരും മറക്കാനിടയില്ല. ആരു കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും ആ പെൺകുട്ടിയെ. ഹിമാനി നർവാൾ എന്നാണ് 22-കാരിയായ അവളുടെ പേര്. എന്നാൽ ഇന്ന് അവൾ ഒരു ദുരൂഹതയായി അവശേഷിക്കുകയാണ്. സാൻപത്തിലെ കതുര ഗ്രാമത്തിൽ നിന്നുള്ള ഹിമാനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റോത്ഗഡ് ന്യൂഡൽഹിയിലെ ഹൈവേ സാൻബസ് ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് സൂട്ട്കേസിൽ മൃതദേഹം കണ്ടെത്തിയത്. ബസ് സ്റ്റാൻഡിന് സമീപത്തായി സൂക്ഷിച്ച നിലയിൽ സൂട്ട്കേസ് കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. മൃതശരീരത്തിൽ അനേകം മുറിവുകളും കഴുത്ത് ഞെരിച്ചതിൻ്റെ അടയാളവുമുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം അറിയാൻ സാധിക്കൂ. യുവതിയെ മറ്റൊരിടത്ത് വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതശരീരം സൂട്ട്കേസിലാക്കി ബസ് സ്റ്റാൻഡിന് സമീപത്തായി ഉപേക്ഷിച്ചതാകുമെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയാണെന്നും അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. നാടോടി കലാരൂപമായ ഹരിയാൻവി നർത്തകി കൂടിയായിരുന്നു ഹിമാനി. യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായ ഹിമാനി നർവാൾ ഭാരത് ജോഡോ യാത്ര ഹരിയാനയിലെത്തിയപ്പോൾ രാഹുലിനൊപ്പം അനുഗമിച്ചിരുന്നു. റോഹ്തക് MP ദീപേന്ദർ ഹുഡ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമായിരുന്നു ഹിമാനിയുടെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകയുടെ കൊലപാതകം കൂടിയാണ് ചർച്ചയാകുന്നത്. നൈന സാഹ്നി എന്ന യുവതിയെ കോൺഗ്രസ് ഡൽഹി മുൻ പ്രസിഡന്റായിരുന്ന സുശീൽ ശർമ്മ കൊന്ന് തന്തൂരി അടുപ്പിൽ വെച്ച് കത്തിച്ച സംഭവം അന്ന് രാജ്യമാകെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. സംശയത്തിന്റെ പേരിലായിരുന്നു സുശീൽ ഭാര്യയായ നൈനയെ ഇല്ലാതാക്കിയത്. രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് നൈന സഹപ്രവർത്തകനായ മത്ലൂബ് കരീബുമായി പ്രണയത്തിലായിരുന്നു. രണ്ടു മതത്തിൽപ്പെട്ടവരായതിനാൽ വിവാഹം നടക്കില്ലെന്ന് കണ്ട് നൈന കരീമുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരുന്നു. ഇതിനിടെയാണ് സുശീൽ ശർമ്മ നൈനയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. 1993 ഡൽഹിയിൽ ബിർള മന്ദിരത്തിൽ വെച്ചായിരുന്നു നൈനയുടെയും സുശീൽ ശർമ്മയുടെയും വിവാഹം. എന്നാൽ ആ വിവാഹ ജീവിതം താറുമാറാകാൻ അധികം താമസമുണ്ടായില്ല. സഹപ്രവർത്തകയായ ലിയയുമായി സുശീലിന് അടുപ്പമുണ്ടെന്ന്, ലിയ ഗർഭിണിയാണെന്നുമുള്ള വാർത്ത തീ പോലെ പടർന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറുന്നതായിരുന്നു സുശീൽ ശർമ്മയുടെ രീതി. രഹസ്യമായി തുടരുന്ന വിവാഹ ജീവിതവും ശാരീരിക അതിക്രമങ്ങളും സഹിക്കാനാവാതെ ഓസ്ട്രേലിയയിലേക്ക് പോകാനാവുകയാണെന്ന് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും നൈന സുശീലിനോട് പറഞ്ഞിരുന്നു. ഇതോടെ നൈന കരീമുമായി വീണ്ടും ബന്ധം പുലർത്തുന്നുണ്ടോ എന്ന സംശയം അയാളിൽ ഉടലെടുത്തു. ഈ സംശയമാണ് പിന്നീട് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്തായാലും ഹിമാനിയുടെ കൊലപാതകം ചർച്ചയാകുമ്പോൾ ഇതും ഒരു ചർച്ചാ വിഷയമാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.